ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കുളച്ചൽ ബീച്ചിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ കന്യാകുമാരി സൈഡിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കന്യാകുമാരി സൈഡിൽ വരുമ്പം ഇവിടെ രണ്ട് സൈഡിലും നമുക്ക് NH-66 വർക്ക് നടക്കുന്നതാണ്. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രിഡ്ജൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. ബ്രിഡ്ജ് മീൻസ് അതൊരു റോഡിനുള്ള ബ്രിഡ്ജ് പണിയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ എത്തും. ഇച്ചിരി ടൈറ്റാണ്, കാരണം പണിയൊക്കെ നടക്കുന്ന കാരണം റോഡ് വിഡ്ത്തൊക്കെ വളരെ കുറവാണ്. ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് ഈ ലെഫ്റ്റ് വേണം എടുക്കാൻ. തൊട്ടിയോട് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ പുതുക്കടൈ 25, കരുങ്കൽ 17, തിങ്കൽ നഗർ 7 ഇങ്ങനൊരു ബോർഡ് ഉണ്ടായിരുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കൃഷി ഒക്കെ ചെയ്യുന്നുണ്ട്. ചെടിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്, മഴയൊക്കെ പെയ്തിട്ട്. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കൃഷിയൊക്കെ ചെയ്ത് കിടക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡും ഉണ്ട്, ഫുൾ കൃഷിയാണ്. ഇപ്പോൾ നമ്മൾ കുളച്ചൽ ബീച്ച് എത്തിയിരിക്കുകയാണ്. ഇതാണ് കുളച്ചൽ ബീച്ച്. നമ്മുടെ ഗൂഗിൾ മാപ്സ് നോക്കി വന്നതാണ്. ഇതാണ് കുളച്ചൽ ബീച്ച് എന്നാണ് കാണിക്കുന്നത്. ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഇത് ഞാൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് കയറിയിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. അവിടെ കുറച്ച് ബോട്ടൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രിഡ്ജ് കാണാം, പക്ഷെ അതെനിക്ക് ഫുൾ പൊളിഞ്ഞു കിടക്കുകയാണ് തോന്നുന്നത്. ആരും കയറ്റി വിടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് ദൂരെ ഒരു ചർച്ച് കാണാം. പിന്നെ അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ആ വഴിയാണ് നമ്മളിങ്ങനെ വന്നത്. ഈ റോഡിൽ കൂടെ നമ്മൾ കയറിയത്. ഈ ബ്രിഡ്ജിലേക്കുള്ള എൻട്രൻസ് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ ആളുകളൊക്കെ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറേ പേര് എനിക്കൊന്ന് മീൻ പിടിക്കാനുള്ള വലയൊക്കെ റെഡിയാക്കിയാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ബ്രിഡ്ജിൻ്റെ അടിയിലാണ് കുറേ പട്ടികളൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ വലിയതറ ബ്രിഡ്ജ് ഉണ്ട്, ഏതാണ്ട് അതുപോലെയൊക്കെ ഉണ്ട് കാണാനായിട്ട്. പിന്നെ നല്ല ചൂടാണ് കേട്ടോ, നല്ല വെയിലും ചൂടുമാണ്. ഇവിടെ ആ റോഡിൽ തന്നെ ആക്ച്വലി ടോയ്ലറ്റൊക്കെ ഉണ്ട്. പിന്നെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്, റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒരു പഴയൊരു ബിൽഡിംഗ് കാണാം റോഡ് സൈഡിൽ തന്നെ. പിന്നെ നമ്മൾ ബീച്ചിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് റോഡ് കിടപ്പുണ്ട്, അങ്ങോട്ട് നിന്ന് പോയി നോക്കാൻ വിചാരിക്കുകയാണ്. നമ്മൾ ആ ബീച്ചിൻ്റെ അവിടെ നമ്മൾ കാർ എടുത്തിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ കാണിച്ച റോഡിൽ മുന്നോട്ട് കിടക്കുന്ന റോഡ്, അങ്ങോട്ട് പോയി നോക്കുകയാണ്. റോഡ് എങ്ങനെയാണ് കിടക്കുന്നത്? റോഡ് റൈറ്റ് സൈഡിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ബീച്ചുമാണ്. അങ്ങോട്ട് റോഡ് കിടപ്പുണ്ട്, റോഡ് പോകുന്നില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബോട്ടൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മുടെ അവിടുത്തെ ഒരു വിഴിഞ്ഞത്തൊക്കെ കാണുന്ന പോലെയാണ്. ഈ കുളച്ചിൽ പണ്ട് സുനാമി വന്നപ്പം ഇവിടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുമുണ്ട്. ഇതിൻ്റെ ഒരു ഹാർബറിൻ്റെ എൻട്രൻസ് ആണ്. ചെറിയ
ഇവിടെ പാർക്ക് ചെയ്തപ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് ബോട്ടുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് റോഡ് ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ അങ്ങോട്ട് വണ്ടിക്കുന്ന എൻട്രി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ലോക്കൽസിൻ്റെ കുറേ പേർക്ക് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അവിടെ ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ട്. അവിടെ ഒരു കയറൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്, ചെക്ക് പോസ്റ്റ് പോലെ. എനിക്കങ്ങനെ എന്തെങ്കിലും പെർമിഷൻ ഉള്ളവർക്ക് മാത്രമേ കയറ്റി കൊടുത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബീച്ച് കാണാം. അവിടെ ഇറങ്ങാൻ പറ്റുമോ എന്ന് നോക്കണം. ഇപ്പോൾ വണ്ടി ഞാൻ നിർത്തിയിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് പോയി നോക്കുകയാണ്. അങ്ങോട്ടാണ് റോഡ് കിടക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ബീച്ചാണ്. ബീച്ചിൻ്റെ അടുത്ത് തന്നെ വീടുകളൊക്കെ ഉണ്ട്. അങ്ങോട്ട് റോഡ് കിടപ്പുണ്ട്. നല്ല കാറ്റുണ്ട്. ബീച്ചിൻ്റെ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ പാറകൾ കാണാം.